ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫ്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 സവോള, അത് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് 1 ടേബിൾ സ്പൂൺ അളവിന്, വെളുത്തുള്ളി ഒരു 4 ചല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് കരിവേപ്പില, അതുപോലെ ബ്രഷ് ക്രംബ് ഒരു 1/4 കപ്പോളം, 2 മുട്ട, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി സ്മാഷ് ചെയ്തെടുത്തത്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പ് വേണം, പിന്നെ വേണ്ട ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, ചതച്ച കുരുമുളക് 2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമായിരിക്കുന്നത്. ഇതിന് സ്വത്ത് എണ്ണ ഫ്രൈ ചെയ്യാനും വഴറ്റാനും ഒക്കെ ആവശ്യമുള്ള എണ്ണ. ബീഫ് നല്ല ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരുപാട് നെയ്മയവും അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ നല്ല ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബീഫ് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിലും നല്ലത് ആവിക്ക് പുഴുങ്ങിയെടുക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും. ഇതിൻ്റെ നനവ് തിരിച്ചൊന്ന് മാറിക്കിട്ടും. ഇനി ബീഫ് നമ്മൾ എടുത്തിട്ട് അത് മിക്സഡ് ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ കണ്ടൻസും നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളായിരിക്കുമെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ മസാലപ്പൊടിയെല്ലാം നന്നായിട്ടിരിക്കും. നമ്മളിതിൻ്റെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ല പാക്കറ്റ്സ് ആണെങ്കിലും നല്ല ഫ്രഷായിട്ടുള്ളത് വേണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതൊരു ടേബിൾ സ്പൂൺ അളവിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് മൂത്ത് വരണം, ചൂടായി വരണം. ചെറു തീ വെച്ചാൽ മതി, ഒരുപാട് തീ കൂട്ടരുത്. മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ അളവിന് പെരിഞ്ജീരകം അത് ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഇട്ട് ഒന്ന് മൂത്ത് വരണം. അതൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില ചെറുതായിട്ട് കഷ്ണിച്ചിട്ടിരിക്കുന്നത്, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കുക. ഒന്ന് വഴന്ന് വരുന്നിടം വരെ ചെറുതീയിൽ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഉള്ളി ഇതൊന്നും വീണ്ടും നമ്മൾ ഒരുപാട് വേകാൻ അനുവദിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ വേവിച്ചയുടെ ഘട്ടം. ഈ സമയത്ത് നമ്മൾ ഇത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആ കൂടെ കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് ഇറച്ചി വേവിച്ച്, വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചതച്ച കുരുമുളക് 2 ടേബിൾ സ്പൂൺ അളവിന് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് ഇട്ട് കൊടുക്കുക. മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ അളവിന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ആ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം എല്ലാം മാറുന്നതിന് വരെ അത് മൂത്ത് വരണം. അത് നന്നായിട്ട് ഇളക്കി നമ്മുടെ സവോളയോടും പച്ചമുളകും ഇഞ്ചിയോടൊക്കെ ചേരുന്ന രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ അളവ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതതിൻ്റെ എക്സാക്റ്റ് മെഷർമെൻറ്റാണ്. ഈ അളവിന് മാത്രം ഇതിൻ്റെ ആ സാധനങ്ങൾ എടുത്താൽ മതിയാവും. ഇനി നമ്മളിത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തില്ല, നല്ലപോലെ ഒരു പൊടിഞ്ഞ ഭാഗത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ഇതായിട്ട് തരിയായിട്ടിരിക്കുന്നത്. പ്രത്യേകം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നെയ്മയോ ഉള്ള ബീഫ് എടുക്കാതിരിക്കുക. നല്ല ബീഫ് തന്നെ, നല്ല കഷ്ണങ്ങൾ നോക്കി എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നെയ്മയമുള്ള കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ കടിക്കുമ്പോഴത്തേ അത് അങ്ങനെ തന്നെ കിടക്കും.
ചവച്ച് ഇറക്കാൻ പാട് വരും. ഇതാകുമ്പോൾ നല്ല മീൻസ് നല്ല പൊടിയായിട്ട് എടുത്തിരിക്കുന്ന നല്ല ഇറച്ചിയാകുമ്പോഴത്തേക്കും അത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുള്ള മസാലയും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീഫും കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് അത് ഒന്ന് ചൂടായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളുടെ മിക്സ് ഏറെക്കുറെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്ത് അത് നമുക്കിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നതിനുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്. അത് സ്മാഷ് ചെയ്തെടുത്ത് അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ്, അല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോണം. അതൊക്കെ അതിനുവേണ്ടി താല്പര്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ മെഷർമെൻറ്റ്സാണ്. അത് നല്ല ടേസ്റ്റിന് വേണ്ടി ആ മെഷർമെൻറ്റ്സ് മാത്രം മതിയാവും. പിന്നെ ഓരോരുത്തർക്ക് എരിവ് കൂടുതലോ ഉപ്പ് കൂടുതലൊക്കെ വേണമെന്നുണ്ട്, അതിൻ്റെ അനുസരിച്ച് അത് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിനനുസരിച്ച് ചൂടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് അത് അതിൻ്റെ ഉരുളക്കിഴങ്ങും ഇറച്ചിയെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളകി ചേരണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിഞ്ഞ് അതിനോട് കൂടി ചേരണം. എന്നാൽ മാത്രമേ ഇത് നമ്മൾ ഷെയ്പ്പ് ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. വളരെ മിക്സായിട്ടിരിക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങൾ അവിടെ ഇരിക്കുന്നത് സാരമില്ല. ഇനിയാണ് നമ്മൾ ഇത് കയ്യിലേക്ക് ഒരു ചെറിയ ഉരുളയായിട്ട് എടുക്കുക. ഒരു കട്ട്ലറ്റിൻ്റെ അളവിനുള്ള ഉരുളകളായിട്ട് എടുത്തിട്ട് ആ ഉരുള ഇതുപോലെ കയ്യിൽ വെച്ച് നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് പരത്തിയെടുക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കാവാം. നമുക്ക് താല്പര്യമുള്ള ഷേപ്പ്. സാധാരണ കട്ട്ലറ്റ് നമ്മൾ കാണുന്ന ഒരു ഷേപ്പ് ഇതാണ്. അതുകൊണ്ട് ഇത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഞങ്ങൾ എടുക്കുന്നതുള്ളൂ. നമുക്ക് ഏത് ഷേപ്പ് വേണ്ടത്, അതിൽ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ചെയ്യുന്നെങ്കിൽ മോൾഡിൽ ചെയ്യാം, എങ്ങനെ വേണ്ടത്. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. നമ്മളിങ്ങനെ ഓരോ കട്ട്ലറ്റിനുള്ള അളവിന് നമ്മളത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ മിക്സും ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മളൊരു പാത്രത്തിൽ വയ്ക്കുക. കുറേ ഇതുപോലെ നമ്മളൊരു 1/2 കിലോ മീറ്റ് എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും 15 നല്ല ന്യായമായ കട്ട്ലറ്റ് 15 എണ്ണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ എല്ലാം രൂപമാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് ഇത് മുങ്ങി പൊരിയാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. കട്ട്ലറ്റ് മുങ്ങി അത് പൊരിഞ്ഞ് വരുന്ന രീതിയിൽ. എന്നാൽ ഒരുപാട് എണ്ണ വേണ്ട, ഒരു വശം ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ മതി. നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആ ഫ്ലെയിം താത്ത് വയ്ക്കുക. പിന്നെ ഒരുപാട് എണ്ണ ചൂടാക്കി അല്ല ചെയ്യുന്നത്. ആ ഒരു ചൂടിൽ നമ്മൾ തുടങ്ങിയിട്ട് മീഡിയം ഫ്ലെയിം വെച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ അത് ഒരു വശം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് ബ്ലഡ് കമ്പി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് കരിയാനുള്ള സാധ്യതകളുണ്ട്. അവിടെ നമ്മൾ തീ കുറച്ച് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സിനകത്തേക്ക് നമ്മൾ കട്ട്ലറ്റ് ഇട്ടു. അതിനുശേഷം ബ്രെഡ് സ്ക്രമ്പിലേക്ക് മുക്കി അതിൻ്റെ എല്ലാ വശത്തും ബ്രെഡ് സ്ക്രമ്പ് പിടിക്കുന്ന രീതിയിൽ മുക്കിയിട്ട് ഇത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബാക്കി കട്ട്ലേറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവൻ കട്ട്ലേറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന പോലെയല്ല, നമ്മളുടെ മനസ്സിനെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ മീറ്റിൻ്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും. എന്താ മീറ്റ് നമുക്ക് കിട്ടുന്നത് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റും. ഒന്നും പേടിക്കാനില്ല. വേറെ പ്രിസർവേറ്റീവ്സോ മറ്റുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ചേരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിത് കഴിക്കാം. നമ്മൾ ഒരു വശം മൂത്ത് വരുന്നുണ്ട്, മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഉപ്പേരിയെടുക്കാം. ഇതിന് 2 എണ്ണം ഒരു അല്പം മൂപ്പ് കൂടിപ്പോയിട്ടുണ്ട്. അതിനെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഇട്ടത് അത് ആ എണ്ണ ശകലം ചൂട് കൂടുതലായിരുന്നു. അത് ഒന്ന് ലെവലായി വരുന്നതിന് മുമ്പ് ഇട്ടുകൊണ്ടാണ് അതൊന്ന് ചെറുതായിട്ട് മൂപ്പ് കൂടിപ്പോയത്. ഇതുപോലെ നമ്മുടെ ബാക്കി എല്ലാ കട്ട്ലേറ്റ്സും നമുക്കിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് ഈ കട്ട്ലേറ്റ് റോ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസങ്ങൾ വേണ്ടി ഇരിക്കും. ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇത് നമ്മളിത് വളരെ കുറവ് 14-15 ഉള്ളതുകൊണ്ട് അതങ്ങ് ചെയ്തെടുക്കുന്നു. വീടുകളിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കണ്ടെയ്നറിൽ ഇത് പെറുക്കി വെച്ചിട്ട് അതിന് മുകളിൽ ക്ലീൻ പേപ്പർ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് എയർടൈറ്റായിട്ട് മൂടി വെച്ചേക്കാണെങ്കിൽ അത് പോകത്തില്ല. അതങ്ങനെ വെച്ച് നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്കെടുത്ത് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ്സ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയും കൂടെയാണിത്. ഇപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.